Yo! Whoa! Your photo! Igris! Arise. Hey guys, it's your boy VK here and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ പോണ് 100 days in the world of solo leveling Minecraft. സോ ഞാനാണ് ഒരു റാങ്ക് ഹണ്ടർ ആൻഡ് എന്റെ ജോലിയാണ് ഡഞ്ചൻസിനുള്ളിൽ പോയിട്ട് മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ സ്പോൺ ആയത് ഒരു ഐസ് വില്ലേജിലാണ് ആൻഡ് ഞാൻ ഈ വില്ലേജേഴ്സിനോട് സംസാരിച്ചിട്ട് എനിക്ക് ഈ വില്ലേജിൽ ഒരു വീട് തരുന്നതിന് പകരം ഞാൻ ഇവരെ മോൺസ്റ്റേഴ്സ് നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. സോ ഈ ഡീല് ഓക്കെ ആക്കിയിട്ട് വില്ലേജേഴ്സ് എനിക്ക് ഒരു സ്വോർഡും 15 ബ്രെഡും തന്നു ആൻഡ് പറഞ്ഞു പോയി മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് നമ്മുടെ വില്ലേജിന്റെ അടുത്തൊരു പോർട്ടൽ സ്പോൺ ആയി. സോ ഞാൻ എന്റെ സ്വോർഡും 15 ബ്രെഡും എടുത്തിട്ട് പോർട്ടലിൽ പോവാണ് മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ പോർട്ടലിനുള്ളിൽ കയറിയതും എനിക്ക് മനസ്സിലായി ഇതൊരു റാങ്ക് ഡഞ്ചൻ അല്ല. ഓക്കെ ഗൈസ്, സോ അപ്പൊ നമ്മള് ഡഞ്ചനിൽ എത്തിയെന്നാ തോന്നുന്നേ. നമുക്ക് ആദ്യം തന്നെ സ്വോർഡ് കയ്യിലെടുത്ത് വെക്കാം, കാരണം എന്തെങ്കിലും മോൺസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മള് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ബ്രോ, ഈ ഡഞ്ചൻ എന്ത് വലുതാണ്! ഇതൊരു റാങ്ക് ഡഞ്ചൻ ആണോ? ഇത്രയും മാസീവ് ആയിട്ടുള്ള സാധനോ? പക്ഷെ ഇതിൽ മോൺസ്റ്റേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ആകെ കാണുന്ന ഫ്രണ്ടിലുള്ള ഒരു സ്റ്റാച്ചു ആണ്. സ്റ്റാച്ചുവും പിന്നെ ഇവിടെ എന്തോ ഫയർ പോലെ കത്തുന്ന സംഭവങ്ങളൊക്കെ. ഇതെന്ത് വലുതാണ് നോക്കി സ്റ്റാച്ചു. എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ബ്രോ, ആ സ്റ്റാച്ചു ഇപ്പൊ എന്നെ നോക്കിയോ? തിരിച്ചു പോ ബ്രോ. നമുക്ക് ലെവൽ 145 ബോസിനെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. വേഗം നമുക്ക് തിരിച്ചു പോവാം. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഡഞ്ചനിന് പുറത്തു പോകണം. ഈ ബോസിനെ നമുക്ക് എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ലെവൽ 145. എന്താ ഇത്? യോ, എന്താണോ ഇത്? ഗോളം ലെവൽ 22. അത് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ സ്പോൺ ആയി? കമോൺ, നമുക്ക് ഇവരെന്തായാലും ഓ മൈ ഗോഡ്, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് നമുക്ക് അതിനെ നമ്മുടെ ഒരു ആർമറും ഇല്ല, അതാണ് പ്രശ്നം. നമ്മള് വൺ ഷോട്ട് ആവും ചിലപ്പോ മിക്കവാറും ഇവരുടെ ഇന്ന്. നോ യോ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഇവരെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ഓ മൈ ഗോഡ് ബ്രോ, എന്റെ ഹാഫ് HP കളഞ്ഞു അവര് ഒറ്റ ഹിറ്റില്. ഒരു കാര്യം പെട്ടെന്ന് മേളിൽ കയറി. യോ 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 യോ, ഓ മൈ ഗോഡ്, ഇത് ഗോളംസ് ഒക്കെ നമ്മളെ അറ്റാക്ക്. ഓ ഇതെന്താ? നോ നോ നോ. ഞാൻ ഇതിപ്പോ എവിടെയാ? ഞാൻ എങ്ങനെ തിരിച്ച് എന്റെ റൂമിലെത്തി? വാട്ട് ഗൈസ്, നമ്മളെങ്ങനെ ഈ വില്ലേജിൽ ഇപ്പൊ തിരിച്ചെത്തി? നമ്മൾ ലിറ്ററലി ഒരു ഡഞ്ചനുള്ളിലായിരുന്നില്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ്? സ്റ്റാറ്റസ് ലെവൽ 4 XP 19 out of 44, ജോബ് നൺ, ടൈറ്റിൽ നൺ. ഇതെന്താ സംഭവം? സ്കിൽസ്, ക്വസ്റ്റ്സ്. ഫസ്റ്റ് ഹണ്ട് 10 goblins, daily quest, run 1000 blocks, do 100 squats. നമ്മളൊരു പ്ലെയർ പോലെയാണോ ഇപ്പൊ ഒരു ഗെയിമിനകത്തെ? ലൈക്ക് നമുക്ക് ഡെയിലി ക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവലപ്പ് ആവാൻ പറ്റും, അങ്ങനത്തെ സിസ്റ്റം ആണോ ഇത്? ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് ലിറ്ററലി ഡെയിലി ക്വസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് ഹണ്ടർ വരെ ആവാൻ പറ്റും. നമുക്കിനി റാങ്ക് ഹണ്ടർ ആയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഞാൻ ആർമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അയൺ മൈൻ ചെയ്യാൻ പോയി ആൻഡ് നമുക്കൊരു ലഷ് കേവ്സ് കിട്ടി. സോ ഞാൻ ഈ ലഷ് കേവ്സിനുള്ള അയൺ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ദാറ്റ് ഈസ് വെൻ ദിസ് ഹാപ്പൻഡ്. നമുക്ക് എത്ര അയൺ വേണ്ടി വരും ഫുൾ ആർമറിന്? ഒരു 24 അയൺ എന്തോ വേണ്ടി വരില്ലേ? അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കണ്ടുപിടിക്കണം, ഇത്രയും പോരാ. You did not complete your daily quest, you will be spawned. What? Wait bro, എന്താണ്? You did not complete daily quest, you will be teleported to punishment zone. Bro, എന്താണ് ഇത്? What? Centipedes. എടാ, നമ്മൾ ലിറ്ററലി ഒരു ഡെസേർട്ടിനുള്ളിലേക്ക് നമ്മൾ TP ചെയ്ത് വിട്ടു. എന്താ നടക്കണേ? നമ്മൾ ഇനി ടൈം ലെഫ്റ്റ് 123 മിനിറ്റ് നമ്മൾ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യണോ? എങ്ങാനും ഇത് വല്ലോ നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർന്ന് ഗൈസ്. ലെവൽ 34 ആണ് ഇതൊക്കെ. നമുക്ക് ലിറ്ററലി ഇനി 1 മിനിറ്റ് കൂടെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്താൽ മതി. ഞാനൊരു കാര്യം ചെയ്തു, നമുക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്സ് വെച്ച് ബിൽഡപ്പ് ചെയ്യാം. എന്നിട്ട് ലിറ്ററലി നമുക്ക് ഇനി 1 മിനിറ്റിനെക്കാട്ടി കുറവ് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പണിഷ്മെന്റ് സോണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. Yes, you will be teleported back. Let's go guys. 1 മിനിറ്റ് ബാക്കി, 1 സെക്കൻഡ് ബാക്കി. Yo, Iron Golem, I am so happy to see you bro.
ലെറ്റ്സ് ഗോ. ആൻഡ് നമ്മുടെ ലെഗിൻസ്, നമ്മുടെ അയൺ ആർമറും ആയി കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഇനി പോവാണ് നമ്മുടെ ഫസ്റ്റ് ഡഞ്ചൻ ഒഫീഷ്യലി റെയ്ഡ് ചെയ്യാനായിട്ട്. ഇത് കണ്ടിട്ട് ഒരു ഇറാൻ ഡഞ്ചൻ പോലെ തോന്നുന്നുണ്ട്. ഈ ഡഞ്ചൻ ഫുള്ള് ഗോബ്ലിൻസ് ആയിരുന്നു. ആൻഡ് നമ്മുടെ ഷീൽഡും ആർമറും ഒക്കെ വെച്ചിട്ട് ഞാൻ കുറെ ഗോബ്ലിനെ കില്ല് ചെയ്തു. പക്ഷെ അറ്റ് വൺ പോയിന്റ് ഈ ഗോബ്ലിൻസ് എന്നെ ഔട്ട് നമ്പർ ചെയ്തു. സോ എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു റിട്രീറ്റ്. ഓ നോ ഗൈസ്, വി ആർ ട്രാപ്ഡ്. നമ്മൾ ലിറ്ററലി ട്രാപ്ഡ് ആണ്. തിരിച്ചു പോ. ഓ മൈ ഗോഡ് ഗൈസ്. സോ ഇനി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് 100 സ്ക്വാഡ്സ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അതിനുശേഷം 1000 ബ്ലോക്സ് നമ്മൾ ഓടി. ആൻഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റത്തിന്റെ നമുക്കൊരു റിവാർഡ് കിട്ടി. സ്ട്രെങ്ത് നെക്ലസ് ബൂസ്റ്റ് ഡയറക്റ്റ് ഡാമേജ് ബൈ 5% മസ്റ്റ് ബി ഇൻ ഇൻവെന്ററി. നമ്മുടെ കിട്ടിയേക്കുന്ന ലെവല് നമുക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ലെവൽ 4 ആണ്. ആൻഡ് നമ്മുടെ 14 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും സ്ട്രോങ് ആവണം. നമുക്ക് സ്ട്രെങ്ത് കൂട്ടാം, സ്പീഡ് കൂട്ടാം, പിന്നെ എന്താ പറ്റുക, നമുക്ക് ഡിഫൻസ് കൂട്ടാൻ പറ്റുമോ, വൈറ്റാലിറ്റി, ഹെൽത്തും കൂട്ടാം, സ്ട്രെങ്ത്തും കൂട്ടാം മാക്സിമം. അങ്ങനെ ഞാൻ തിരിച്ച് ഡഞ്ചനുള്ളിൽ പോയിട്ട് എല്ലാ ഗോബ്ലിൻസിനെ കില്ല് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ബോസ് റൂം വരെ എത്തി. ഗോബ്ലിൻ ലെവൽ 21. ഓ മൈ ഗോഡ്, ഓട്. എടാ ബോസ് ആടാ ബോസ്. ഗൈസ് ബോസ് റൂം എത്തി നമ്മള്. ഓ മൈ ഗോഡ്. ലെവൽ 21 ഒന്നും നമുക്ക് ബാറ്റ് ചെയ്യാനായിട്ടില്ല. ഓ മൈ ഗോഡ്, എന്ത് നോക്ക് ബാക്ക് ആണ് അത്. ഓ മൈ ഗോഡ്, ഓട്. ഫുഡ് കഴിക്കും. ഓ ഇല്ല, ഫുഡ് കഴിക്കാൻ നിന്നാ ഡെഡ് ആവും. അവൻ നല്ല ലോവായി. നമുക്ക് എങ്ങനെയെങ്കിലും മാക്സിമം അവൻ്റെ രക്ഷപ്പെടുക, പിന്നെ ഹിറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കുക. ഓ റീജൻ ആവും. 3 HP നമുക്ക് ഈസിലി തോപ്പിക്കാം. ഉള്ളിൽ പോ. നമ്മുടെ ഹാർട്ട്സ് ഒന്ന് റീജൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാറ്റിൽ ചെയ്യാൻ. One shot. Come on bro, dungeon cleared. Let's go guys, നമ്മൾ dungeon clear ചെയ്തു. Let's go. ആ മോൺസ്റ്റർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്തോ ലൂട്ട്. ഇതെന്താ ഇത്? ബാറ്റിൽ ആക്സ്. ഓ അതിന്റെ വെപ്പൺ ആയിരുന്നു തോന്നുന്നു. ബാറ്റിൽ ആക്സ് 10 അറ്റാക്ക് ഡാമേജോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന സ്വോർഡ് 5 അറ്റാക്ക് ഡാമേജ് ആയിരുന്നു. ആൻഡ് ബാറ്റിൽ ആക്സ് ലിറ്ററലി ഡബിൾ ഡാമേജ് കൊടുക്കും. അങ്ങനെ നമ്മൾ ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വില്ലേജിൽ വന്നു. ആൻഡ് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത മാന ക്രിസ്റ്റൽസും ഓർസും എല്ലാം ഷോപ്പിൽ പോയിട്ട് സെല് ചെയ്തു. ആൻഡ് അതിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലെജൻഡറി ഡാഗർ കസാക്കാസ് ബ്ലേഡ് വാങ്ങി. സോ ഈ ഡാഗർ വെച്ച് നമ്മൾ ഒരു എനിമീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർ പോയിസൺഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഡാമേജ് എടുത്തുകൊണ്ടിരിക്കും. സോ നമ്മുടെ പുതിയ വെപ്പൺ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പുതിയ ഡഞ്ചൻസിൽ പോയിട്ട് മോൺസ്റ്റേഴ്സിനെയൊക്കെ കില്ല് ചെയ്തു. ആൻഡ് ഫൈനലി കുറെ നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ലെവൽ 30 ക്രോസ് ചെയ്തു. ആൻഡ് നമുക്കൊരു സീക്രട്ട് ക്വസ്റ്റ് അൺലോക്ക് ആയി. പക്ഷെ എനിക്കൊന്ന് നൈറ്റ് കില്ലർ ആയിരിക്കും കുറച്ചുകൂടി ഉപയോഗം വരികയെന്ന്. സോ നമുക്ക് നൈറ്റ് കില്ലർ വാങ്ങിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. വി ഹാവ് ദ നൈറ്റ് കില്ലർ ഡാഗർ. ഇത് നോക്ക് ഗൈസ്, ഫൈനലി നമ്മുടെ 2 ഡാഗർ ആയിരിക്കുകയാണ് ഇപ്പോ. സോ ഗൈസ്, ഇറ്റ്സ് ഫൈനലി ടൈം. Enter the secret dungeon. Start quest. Yo guys, നമ്മൾ ഏതോ സീക്രട്ട് ഡഞ്ചനിൽ എത്തിയിരിക്കണു. ഇതെന്താ ഇവിടെ ഡോറൊന്നും ഇല്ലേ? നമുക്ക് പുറത്തു പോകാനും പറ്റില്ല. വാവ്, ഇതെന്താ ഇത്? സ്റ്റീൽ ഫാങ്ഡ് ലൈക്കൻ. പിന്നെ അവിടെ എൻഡിൽ എന്തോ ഒരു ത്രോൺ പോലത്തെ സാധനം ഉണ്ട്. ഒരു രാജാവിനൊക്കെ ഇരിക്കുന്ന പോലത്തെ ത്രോൺ. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ മോൺസ്റ്റേഴ്സിനെ ഫിനിഷ് ചെയ്യണം. എത്ര ലെവൽ 23. ഓക്കെ, നമുക്ക് ഇവരെ സുഖമായി തീർക്കാൻ പറ്റും ഗൈസ്. ലാസ്റ്റ് വൺ, ഒരെണ്ണം കൂടെ, ഒരു സ്റ്റീൽ ഫാങ്ഡ് ലൈക്കനും കൂടെ ഉണ്ട്. ആക്ച്വലി അത്ര ടഫ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ആക്ച്വലി സീക്രട്ട് ഡഞ്ചൻ, ഞാൻ വിചാരിച്ചു സീക്രട്ട് ഡഞ്ചൻ എന്നൊക്കെ പേര്. ക്വസ്റ്റ് ക്ലിയർഡ്. ഓ മൈ ഗോഡ്, വീണ്ടും വന്നു ഇത്ര എണ്ണം. വെയിറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതെന്താ ഇങ്ങനെ തീരണേ ഇല്ലേ? ഞാൻ നന്നായി അജിലിറ്റിയിലും സ്ട്രെങ്ത്തിലും ഫോക്കസ് ചെയ്തത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ഡെഡ് ആയിണ്ടാവും ലിറ്ററലി. ലാസ്റ്റ് വൂൾഫ്. ഇതിനെ കൂടെ കില്ല് ചെയ്താൽ നമ്മുടെ ഡഞ്ചൻ ക്ലിയർ ആവും മിക്കവാറും. കാരണം വേറൊരു എനിമീസിനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഡെഡ്. ക്വസ്റ്റ് ക്ലിയർഡ്. ലെറ്റ്സ് ഗോ. ബ്രോ, വുൾഫ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ലിറ്ററലി എല്ലാ വുൾഫിനെയും കൊന്നു. ബട്ട് ഹൂ ഈസ് ദാറ്റ്? ഓ മൈ ഗോഡ് ബ്രോ, ഇഗ്രിസ് ലെവൽ 30.
ഇഗ്രിസിന്റെ കൂടെയുള്ള ബാറ്റിലാണ് നീ. യോ യോ മൈ ഗോഡ് ബ്രോ, ഇഗ്രിസ് ഇസ് ടു ഓ എന്നെ തൂക്കി എറിയാടാ എയറില്. ഓ ഇഗ്രിസ് ഇത്ര, ഓ മൈ ഗോഡ് സ്പിൻ അറ്റാക്ക്. ഇഗ്രിസ് എന്തോപ്പിയാടാ ഇത്. നൈറ്റ് ആണ്. ഓ വെയിറ്റ്, നൈറ്റ് ആണ് നമ്മുടെ നൈറ്റ് കില്ലർ ഉണ്ട്. ഓ വാവ്, നമ്മൾ വാങ്ങിയത് എന്ത് യൂസ്ഫുൾ ആയി നോക്ക്. ലിറ്ററലി എന്നെ എയറിൽ പറത്തി വിടുകയാണ് അവൻ. ഓ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് ടൈം കിട്ടുന്നില്ല. ഓട് ഇഗ്രിസിന്റെ ത്രോണിന്റെ ബാക്കിൽ കൂടെ ഒക്കെ രക്ഷപ്പെടാം. ഇഗ്രിസിനെ കളിപ്പിക്കുകയാണ് ഇവിടെ. ഇഗ്രിസ് നിനക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. ലിറ്ററലി അവന്റെ ത്രോണിന്റെ സപ്പോർട്ട് എടുക്കാണ്. ഓക്കെ ഹീലായി, എനിക്കില്ല. ഓ അവൻ ലോ ആണ്, ഇഗ്രിസ് ഇസ് ലോ. ഓ മൈ ഗോഡ് ഗയ്സ്, നമ്മൾ ഇഗ്രിസിനെ ഡിഫീറ്റ് ചെയ്തു. ലെറ്റ്സ് ഗോ, നമുക്ക് ജോബ് കിട്ടി. വി ആർ നൗ എ നെക്രോമാൻസർ. ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്, സോ നമുക്ക് ഇന്റലിജൻസ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നെക്രോമാൻസറിന്. ഓക്കെ ഗയ്സ്, ഇറ്റ്സ് ടൈം. ഇഗ്രിസ് Arise. Oh my god, guys, Shadow Soldier level 28. Oh my god, best friends forever. Let's go. Oh, the Igris and the cool ആണ് കാണാനായിട്ട്. Damn bro, ചെക്കന്റെ sword നോക്ക്. Oh my god, cape. Wow. Let's go guys, we have our first Shadow Soldier. Yeah, നമുക്ക് ഡഞ്ചൻ നമ്മൾ ക്ലിയർ ചെയ്തല്ലോ obviously. ഇനി നമുക്ക് പുറത്തു പോവാം. Let's go guys, let's go. എനിക്ക് ഇഗ്രിസിനെ സമ്മൺ ചെയ്യുന്ന എങ്ങനെയാ നോക്കട്ടെ. സമ്മൺ സോൾജേഴ്സ്. ഇഗ്രിസ് ഓ yeah boy. Oh my god guys, ഒരു കൂൾ ഡൗൺ ഉണ്ട് 15 സെക്കൻഡിന്റെ. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ബ്രോ. ഇഗ്രിസിനെ നോക്ക് മഞ്ഞിലിങ്ങനെ. ഓ മൈ ഗോഡ് ബ്രോ, ഇഗ്രിസ് ഇസ് ടു മച്ച് ഓറ ബ്രോ. ഇഗ്രിസ് ടു മച്ച് ഓറയാണ് ഗൈസ്. ഇഗ്രിസ് wakey. Oh my god.